മറ്റൊരു പ്രസംഗം ഇല്ല എന്നുള്ള ഒരു ധാരണയിൽ പള്ളിയിൽ വെച്ചൊരു പ്രസംഗം പറഞ്ഞായിരുന്നു. വളരെ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഒത്തിരി കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗ്രിഗോറിയോസ് പിതാവിനെ കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. ഇരുന്നപ്പോൾ ഞങ്ങള് വിദ്യാർത്ഥികളായിരുന്നപ്പോഴാണ് പിതാവിനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. SP കോളേജില് പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു പ്രാവശ്യം കാവ്ലാട്ട് ഹോളിൽ ഒരു പരിപാടിക്ക് പിതാവ് അത് ഓർക്കുന്നു. പിന്നെ പൗത്രി പിതാവുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിൽ പല പരിപാടികളിൽ, അതിരൂപതയുടെ പല പരിപാടികളിലും ഗ്രിഗോറിയോസ് തിരുമേനി വന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് ഞങ്ങൾ കോളേജിൽ വെച്ച് തിരുമേനിയെ ശ്രദ്ധിക്കാൻ കാരണം തിരുമേനി അന്ന് ഞങ്ങളോട് സംസാരിച്ചത് വൃക്ഷങ്ങളെ കുറിച്ചൊക്കെയാണ്. പ്രകൃതിയെ കുറിച്ച്, വൃക്ഷങ്ങളെ കുറിച്ച്, മരം നടേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെയാണ് പിതാവ് സംസാരിച്ചത്. കേരള സമൂഹത്തിൽ തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൊണ്ടുവന്ന മഹാനായ ഒരു പിതാവായിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനി. ഗ്രിഗോറിയോസ് തിരുമേനി പിതാവ് ഒരു വലിയ സാംസ്കാരിക നേതാവ് തന്നെയായിരുന്നു. കേരളത്തിന്റെ ഒരു ആത്മീയ നേതാവ്, മത നേതാവ് എന്നുള്ളതിന്റെ അപ്പുറത്ത് സാംസ്കാരികമായി തലസ്ഥാന നഗരിയുടെ പശ്ചാത്തലത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫൗണ്ടേഷനാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ളതിൽ ഒത്തിരിയേറെ സന്തോഷം. അവർക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. നമ്മള് അഭിമന്യ പിതാവിന്റെ ഏറ്റവും ഇളയ സഹോദരനായ ഇഗ്നേഷ്യസ് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഒത്തിരി സന്തോഷം. അച്ഛന്റെ പിറന്നാളാണ് നാളെ. അച്ഛന്റെ പ്രത്യേകമായിട്ട് പിറന്നാളിനെ നേരുകയാണ്. MSJ കോൺഗ്രിഗേഷനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരിവിടെ വന്ന് ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നതിന്. ജർമ്മനിയിൽ ആരംഭിച്ച ഒരു കോൺഗ്രിഗേഷനാണ്. ഒത്തിരി അച്ഛന്മാരൊന്നും ഇന്ത്യയിലില്ല അല്ലെ? 14 പേരേ ഉള്ളൂ, 14 വൈദികരേ ഉള്ളൂ നാട്ടില്. വേറെ കുറച്ചൊരു ജർമ്മനി കാണുമായിരിക്കും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോ മലയാളികൾ കൂടുതൽ കാണാൻ സാധ്യത എല്ലാവരും ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. അപ്പോ ആ 14 പേരിൽ 1-2 പേരാണ് ഈ പ്രവർത്തനത്തിനായിട്ട് വരുന്നത്. അപ്പൊ ഒരു വലിയ ത്യാഗപൂർണമായ ഒരു പ്രവർത്തനമാണ് അവരുടേത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രവർത്തന പരിധിയിൽ ആദ്യമായിട്ട് അവർ വരുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഒത്തിരി നാൾ കൂടി അലക്സാണ്ടർ പുലിക്കാട്ടിൽ അച്ഛനെ കണ്ടു. അലക്സാണ്ടർ അച്ഛൻ നമ്മുടെ ജീസസ് ഫ്രറ്റേണിറ്റിയുടെയും ജയിൽ മിനിസ്ട്രിയുടെയും ഒക്കെ ഒരു സ്ഥാപകനാണ്. അച്ഛൻ ഇപ്പോഴും സ്നേഹാശ്രമത്തിന്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ചേട്ടനും അനിയനും ഈ മേഖലയിൽ തന്നെയാണെന്നുള്ളത് സന്തോഷം. ഈ MSJ കോൺഗ്രിഗേഷന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മിനിസ്ട്രിയാണ്. ആ രീതിയിലെല്ലാം ഈ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും വളരെ അപൂർണമാണ് എന്നുള്ളത് സംശയം. നമുക്ക് കാരുണ്യം ജലം പോലെ ഒഴുകട്ടെ എന്നാണല്ലോ വചനത്തിൽ പറയുന്നത്. നമുക്ക് നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ നിന്ന് കരുണ വേണം. അതെല്ലാ മേഖലകളിലും വേണം. എന്നോട് ഈ കല്യാണം കഴിച്ച ആൾക്കാര്, ചെറുപ്പക്കാരനും ഭയങ്കര വഴക്കാണ്. അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ചോദിച്ചു എന്നാ ചെയ്യണം, ഞങ്ങൾ ഒരു തരത്തിൽ ഒന്നിച്ചു പോകുന്നില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, കരുണ കാണിച്ചാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ പാവത്താൻ എൻ്റെ കൂടെ വന്ന് ജീവിക്കുന്നല്ലോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറയുന്നത്. കാരുണ്യമാണ് ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അത് ദമ്പതികളുടെ ആണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും സമൂഹത്തിന്റെ ആണെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഏറ്റവും നമ്മുടെ കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളത് അവരുടെ ദൗർഭാഗ്യമെന്നല്ല കരുതേണ്ടത്. നമ്മളിലെ കാരുണ്യത്തിന്റെ ഉറവുകളെ ഉണർത്തുന്ന വ്യക്തികളാണ് അവർ ഓരോരുത്തരും. അതുകൊണ്ട് അവരെയോട് നമുക്ക് നന്ദി പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ. അവർക്ക് നല്ല സുരക്ഷിതമായ വീടാണ് ഇവിടെ കിട്ടുന്നത്. ഒത്തിരി സന്തോഷം. നമ്മുടെ സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നൽകുകൊണ്ട് സമയം ഉദ്ഘാടനം ചെയ്യുന്നു.